പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന ഉപഭോക്താക്കൾ എപ്പോഴും ഇന്ത്യയിലെ സാധാരണക്കാരാണ് എന്ന് അദ്ദേഹം നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതിനുദാഹരണങ്ങളായി പറയാവുന്നതിൽ പ്രധാനമായവ ഏവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി നടപ്പാക്കിയ ജൽ ജീവൻ മിഷൻ, എല്ലാ കുടുംബത്തിനും പാചകവാതക കണക്ഷൻ സാധ്യമാക്കിയ ഉജ്ജ്വൽ യോജന പദ്ധതി തുടങ്ങിയവയാണ്. ഇപ്പോൾ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി റഷ്യ സന്ദർശിക്കുമ്പോൾ മറ്റൊരു ചരിത്രമാണ് കുറിക്കപ്പെടുന്നത്. റഷ്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരെയെല്ലാം നാട്ടിലേക്ക് തിരിച്ചയക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സേനാ വിഭാഗം റഷ്യൻ സേനയുമായി സംയുക്ത സേവനം നടത്തുകയോ റഷ്യൻ സേനയിൽ ഇന്ത്യക്കാർ പണിയെടുക്കുകയോ ചെയ്യുന്നു എന്നല്ല യാഥാർത്ഥ്യം. വളരെ ആസൂത്രിതമായ ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള 45ഓളം ചെറുപ്പക്കാർ റഷ്യൻ സേനയിൽ എത്തപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, രൂക്ഷമായ യുദ്ധം നടക്കുന്ന യുക്രൈനിലേക്ക് റഷ്യൻ സേനയുടെ മുൻനിരയിലാണ് ഇവരെ നിർബന്ധപൂർവ്വം അയച്ചിരിക്കുന്നത്. റഷ്യൻ സേന ഇവരെ സൈനിക പരിശീലനം നൽകി അടിമകളെ പോലെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുകയാണ്. ഇതിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ മരിച്ചതായും പറയപ്പെടുന്നു. 10 പേർക്ക് തിരിച്ചുവരാൻ സാധിച്ചു എന്നും റിപ്പോർട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയായി ഇറ്റലിയിൽ ആകർഷകമായ ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്താണ് ചിലരെ ചതിയിൽപ്പെടുത്തിയത് എങ്കിൽ മറ്റു ചിലർ റഷ്യ സന്ദർശിക്കാൻ ടൂറിസ്റ്റ് വിസയിൽ എത്തിയവരാണ്. വിസ, ടിക്കറ്റ്, താമസം ഒക്കെ ശരിയാക്കുന്നതും ഏജന്റുമാർ തന്നെയാണ്. ഭീമമായ സംഖ്യയും ഇവരിൽ നിന്നും ഏജന്റുമാർ തട്ടിയെടുത്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലാണ് ഈ തട്ടിപ്പ് കഥ പുറം ലോകം അറിഞ്ഞത്. ചതിയിൽപ്പെട്ടവർ തന്നെയാണ് വീഡിയോ സന്ദേശം വഴി വീട്ടുകാരെ വിവരമറിയിച്ചത്. വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അന്വേഷണ ചുമതല CBIക്ക് കൈമാറി. തുടർന്ന് ഈ റാക്കറ്റ് തകർക്കാനും പലരെയും അറസ്റ്റ് ചെയ്യാനും സാധിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും റഷ്യയിലും ദുബായിലും ശ്രീലങ്കയിലും ഒക്കെ പടർന്നു കിടക്കുന്ന ഒരു വലിയ റാക്കറ്റാണിതെന്ന് അന്വേഷണ ഏജൻസിയായ CBI പറയുന്നു. മാർച്ച് മാസത്തിൽ തന്നെ CBIയുടെ വലയിൽ കുടുങ്ങിയത് വിവിധ വൻകിട ഏജൻസികളായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും പരാമർശിക്കാതെ പോയ ഏജൻസികളും അവരുടെ ഡയറക്ടർമാരും ഇവരാണ്. സുയാഷ് മുകുന്ദ്, ഡയറക്ടർ 24x7 റാസ് ഓവർസീസ് ഫൗണ്ടേഷൻ ഡൽഹി. രാകേഷ് പാണ്ഡെ, ഡയറക്ടർ OSD ബ്രോസ് ട്രാവൽസ് ആൻഡ് വിസ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ. മഞ്ജീത് സിംഗ്, ഡയറക്ടർ അഡ്വഞ്ചർ വിസ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചണ്ഡീഗഡ്. ഫൈസൽ അബ്ദുൾ മുത്തലിബ് ഖാൻ ഏലിയസ് ബാബ, ഡയറക്ടർ ബാബ ബ്ലോഗ്സ് ഓവർസീസ് റിക്രൂട്ട്മെന്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദുബായ്. തിരുവനന്തപുരം സ്വദേശികളായ അരുൺ, ജയൻ എന്ന യേശുദാസ്, തമിഴ്നാട് സ്വദേശികളായ ആന്റണി മൈക്കൽ ഇളങ്കോവൻ, നിജിലി ജോബി ബെൻസം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വൻ റാക്കറ്റിനെതിരെ ശ്രീലങ്കയിലും റഷ്യയിലും സർക്കാരുകൾ നടപടിയെടുക്കുകയുണ്ടായി. ശ്രീലങ്കയിൽ അറസ്റ്റിലായത് സൈന്യത്തിൽ ഉന്നത സ്ഥാനത്തു നിന്നും വിരമിച്ച ഓഫീസറാണ് എന്നത് ഈ തട്ടിപ്പിന്റെ അന്താരാഷ്ട്ര സ്വഭാവം വെളിപ്പെടുത്തുന്നു. സ്വതന്ത്ര വ്യാപാര കരാറും ക്രൂഡ് ഓയിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിങ്ങനെ ഏറെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റഷ്യയുമായുള്ള ഉഭയകക്ഷി ചർച്ചയുടെ അജണ്ടയിലുള്ളത്. എന്നാൽ ഇവയോടൊപ്പം അതീവ പ്രാധാന്യത്തോടെ പ്രധാനമന്ത്രി പരിഗണിക്കുന്ന വിഷയം റഷ്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരുടെ മോചനമാണ് എന്നത് റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ടുപോയ ഇന്ത്യക്കാർക്കും അവരുടെ കുടുംബത്തിനും ഏറെ ആശ്വാസം പകരുന്നതാണ്.